എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ഈ പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ 77-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. 77-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ പ്രഭാതത്തിൽ. ആസാബിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ വേദനയിൽ കൂടെ കടന്നു പോകുന്ന ആസാബ്, ആമേൻ, തൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുന്ന ഒരാസാബ്. എന്നെ കേൾക്കുന്ന എത്ര ആസാബുമാരുണ്ട് കഷ്ടദിവസത്തിൽ കർത്താവിൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്ന, നമ്മുടെ ശബ്ദം ഉയർത്തി ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ തളർന്നു പോകാതെ മലർത്തിപ്പിടിക്കുന്ന ആസാവുമാർ എത്ര പേർ ഈ ശബ്ദം കേൾക്കുന്നു? ആമേൻ. ദൈവകുഞ്ഞെ, അഭിഷത്തയെ, ആമേൻ, നമ്മൾ ആരെയൊക്കെ ആമേൻ സ്തോത്രം ഡിപ്പെൻഡ് ചെയ്താലും അവരെല്ലാം കഷ്ടദിവസത്തിൽ അവരൊക്കെ മാറും. സ്തോത്രം. ഒന്ന്, നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് പണമുള്ള സമയത്ത്, നമുക്ക് സമ്പത്തുള്ള സമയത്ത് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ കഷ്ടദിവസം വരുമ്പോൾ ഒരാൾ പോലും ആസാബിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. താൻ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ കരങ്ങളെ മലർത്തി രാത്രി മുഴുവൻ, രാത്രിയിൽ എൻ്റെ കരങ്ങൾ തളരാതെ മലർത്തിയിരുന്നു, തളർന്നു പോകാതെ, ഒരു യാചകനെ പോലെ, ഒരു ഭിക്ഷക്കാരനെ പോലെ, ആമേൻ, തെരുവിൽ നിന്ന് അനേകരോട് കൈനീട്ടുന്നവനെ പോലെ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങളെ മലർത്തി. ദൈവമേ, ഈ പ്രഭാതത്തിൽ, ഈ ജൂലൈ 27 ഈ രാവിലെ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നു. എത്ര പേരായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിരത്തി വയ്ക്കുന്നേ? നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രഭാതത്തിൽ നിരത്തി വയ്ക്കുന്ന എത്ര പേരാ? അവരെ നോക്കി സ്വർഗം ഇന്ന് പകൽക്കാലം, ആമേൻ, ദൂതുകൾ, അരുളപ്പാടുകൾ അറിയിക്കുകയാണ്. സ്തോത്രം. ആമേൻ. കഷ്ടദിവസത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ. 86-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം: നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്താണ്? എനിക്ക് ഉത്തരമരുളുകയാൽ, ഒരു ഉത്തരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. സ്തോത്രം. എപ്പോഴാ? കഷ്ടദിവസത്തിൽ. എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്തിനാ? ഒരു ഉത്തരം. കൈകൾ മലർത്തി അയ്യം വിളിക്കുന്നത് പോലെ, ആരുമില്ലാത്തവനെ പോലെ, സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ ചുറ്റുപാട് ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് ആസാബിനുണ്ട് സഹായിപ്പാൻ. പക്ഷേ ആ സമയം വന്നപ്പോൾ, ആവശ്യം വന്നപ്പോൾ ആരും അവനെ താങ്ങാനില്ല. എല്ലാവരും അവനെ മാറ്റി നിർത്തി, എല്ലാവരും അവനെ കളിയാക്കി, എല്ലാവരും അവനെ പരിഹസിച്ചു, എല്ലാവരും അവനെ തള്ളിപ്പറഞ്ഞു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ്. ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. എനിക്കെന്ത് ചെയ്തു? ഉത്തരമരുളി. ആമേൻ. ആ ഉത്തരത്തിന് വേണ്ടി
യഹോവേ, എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. കണ്ടോ, എൻ്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. കണ്ടോ, കർത്താവേ, നീ എന്ത് ചെയ്യണം? എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിലവിളി, എൻ്റെ യാചനകൾ, ഞാൻ ഒരു യാചകനായി തീർന്നു. അനേകർക്ക് ഞാൻ എൻ്റെ കൈ തുറന്നു, അനേകർക്ക് ഞാൻ വാരിക്കൊടുത്തു. പക്ഷെ ഇപ്പോൾ എന്നിൽ ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു യാചകനെ പോലെയായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശരീരമാസനം വേദനപ്പെട്ടവനായി, ഇപ്പോൾ എൻ്റെ പ്രാണൻ നശിച്ചു പോകുമോ, എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമോ എന്നൊരു ആമേൻ വേദനയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. സ്തോത്രം. അവരാരെടുത്തും പോകാതെ ആ കഷ്ടത, ദൈവത്തിലെ ഞെരുക്കം, ഭാരം നമ്മൾ ആർക്കെല്ലാം എന്തെല്ലാം കൊടുത്തു അല്ലേ? ആ വാങ്ങുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതാണ് മനുഷ്യൻ. സ്തോത്രം. കൊടുത്താൽ വാങ്ങുന്ന സമയം, പിന്നെ അവർ നമുക്ക് ശത്രുവാകും. ആസാബിന് എല്ലാവരും ശത്രുക്കളായി. ആസാബിന് സകലരും ശത്രുവായി. ആസാബ് ആരെല്ലാം താങ്ങി സഹായിച്ചുവോ അവരെല്ലാം ആസാബിന് ശത്രു. ആസാബിനെ തകർത്ത് കളയാൻ നോക്കുക. ഇനി ഇവൻ ജീവിച്ചിരിക്കണ്ട, കാരണം അവൻ്റെ നന്മയെല്ലാം തീർന്നു. ഇതുപോലെയാ അറവുശാലയെ കൊടുക്കുന്ന ഒരു മൃഗത്തെ പോലെ ഒരു മനുഷ്യനെ അത്ര പോലും ആമേൻ ഒരു ദയവ് കാണിക്കാതെ, ആമേൻ ഒരു മനുഷ്യനെന്ന ഒരു ആമേൻ കാര്യം പോലും ഓർക്കാതെ, ഹല്ലേലൂയ, തകർത്ത് കളയത്തക്ക തലത്തിലുള്ള ചില പ്രയാസങ്ങൾ, ചില വേദനകൾ ആസാബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ആസാബിന് പേരെടുത്ത് പറയാൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ ആസാബ് അതൊന്നും ഒരു മനുഷ്യനോടും പ്രതികരിക്കാതെ ആസാബ് ദൈവത്തോട് നിലവിളിച്ചു. ദൈവമേ, മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ അഹമേ നോക്കിക്കാണുന്ന ദൈവമേ, ഞാനിപ്പോൾ ഒന്നുമില്ലാത്തവനെ പോലെ, ഒരു യാചകനെ പോലെ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ യാചന കേൾക്കുന്ന എൻ്റെ ദൈവം. യെസ്, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. കണ്ടോ, അവന്റെ പ്രാർത്ഥനയാ. നീ വലിയവനും. കണ്ടോ, നമ്മൾ വലിയവനെന്ന് ആരെ കണ്ടോ അവരെല്ലാം നമുക്ക് ശത്രുവായി തീരും. ദൈവത്തെ കഴിഞ്ഞ് ആരെ നമ്മൾ സ്നേഹിക്കുമോ, ആസാബിന് പറ്റിയതാ. ആസാബിന് അതാണ് പറ്റിയത്. ആസാബ് ദൈവത്തെക്കാൾ ചില വ്യക്തികൾ ചേർത്ത് പിടിച്ചു. അവരെല്ലാവരും ആസാബിനെ ഇട്ട് പണിതു. അതാ ഇപ്പോഴത്തെ മനുഷ്യനും അങ്ങനെ തന്നെയാ. അമ്മ ചെന്ന് ചോദിക്കുക, നിങ്ങൾ ഇന്നലെ വരെ കൊണ്ടു നടന്നവർ, ഇന്നലെ വരെ നിങ്ങളെ സഹായിച്ചവർ, നിങ്ങൾ സഹായിച്ചവർ ഇന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആമേൻ. മധുരമായിട്ട് തുപ്പാനും വയ്യ, അങ്ങോട്ട് ഇറക്കാനും വയ്യ, കയ്പായിട്ട് ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാത്ത സ്ഥിതിയിലായിപ്പോ അല്ലേ? അതാണ് മനുഷ്യൻ. പക്ഷെ ദൈവം അങ്ങനെയല്ല. നിന്റെ എല്ലാ തലങ്ങളിലും അതാണ് പറഞ്ഞു, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. ഹല്ലേലൂയ. നീ മാത്രം, മറ്റൊരുത്തനുമില്ല. നീ മാത്രമാണ് ദൈവം. യെസ്, ദൈവവേദനയിലെ കഷ്ട ദിവസത്തിൽ ഒരു കുഞ്ഞുങ്ങളും ഇല്ലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെ ഒക്കെയും രക്ഷിപ്പാൻ. കണ്ടോ, ഈ ഭൂമിയിലെ വിധികളൊക്കെ
നമ്മെ തകർത്ത് കളയുമ്പോൾ, എന്നാൽ സാധുക്കളെ രക്ഷിക്കുന്ന ഒരു വിധി സ്വർഗത്തിലെ കോടതിയിൽ നിന്ന് വരികയാണ്. സ്വർഗത്തിലെ കോടതിയിൽ നിന്ന് നിനക്കും എനിക്കും ഒരു വിധി വരുന്നു. യെസ്, നമ്മുടെ മാനസികമായി തകർത്തും ഉടച്ചും, സ്തോത്രം. ചിലര് ഈ ഭൂമിയിലെ ഭവനത്തിന് വേണ്ടി കിടന്ന അടിയ, സ്വത്തിനും വകകൾക്കും വേണ്ടി കിടന്ന അടിയും വൈരാഗ്യബുദ്ധിയും, സ്തോത്രം. ഹല്ലേലൂയ. വീടുണ്ടോ, സ്ഥലമുണ്ടോ, സമ്പത്തുണ്ടോ, വണ്ടികളുണ്ടോ, ഇത് നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ വലിയവനും അത്ഭുതങ്ങളെ ചെയ്യുന്നവനുമാകുന്നു. നോക്കൂ, ഇവിടെ 77-ാം സംഘത്തിന് 2-ാമത്തെ വാക്യം പറയുന്നു, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഒരാശ്വാസമില്ലാതെ താൻ വളരെ ഭാരപ്പെട്ടിരിക്കുക. ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ സംസാരിക്കായിരുന്നു, ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലെ ഭാരം തുറന്നു പറയായിരുന്നു, അല്ലേ? ഇല്ല ദൈവത്തിലെ, ആരും നിന്നെ ആശ്വസിപ്പിക്കത്തില്ല. നീ സഹായിച്ചവരും നിന്നെ സഹായിച്ചവരും ആരും നിന്നെ ആശ്വസിപ്പിക്കത്തില്ല. ആശ്വാസദായകൻ 20-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവേ, കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. യഹോവ കഷ്ടകാലത്തിൽ എന്ത് ചെയ്യണം? നിനക്ക് ഉത്തരമരുളണം. അവിടെ നിന്നൊരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ ഉലകത്തിലൊരു മനുഷ്യനെയും നീ പേടിക്കണ്ട. യെസ്, നീ തെരുവ് നായെ പോലെ അലയുമെന്നും നീ ഒരു തെരുവ് പട്ടിയെപ്പോലെ അവൻ അലഞ്ഞു നടക്കുമെന്നും ശത്രു വിധിച്ചെങ്കിൽ അതിനപ്പുറം നിനക്ക് വേണ്ടി ഒരു ദൈവം എണീറ്റിട്ടുണ്ട്. ആ കർത്താവ് നിന്നെ പണിയുന്ന ദിവസങ്ങളാ. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. കണ്ടോ, അതുവരെ ഒരു അന്വേഷണവും ഇല്ല. ഒരു വേദന വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാം. അതേപോലെ ആസാബും അവൻ്റെ ഇരുന്ന് എല്ലാം തീർന്നപ്പോഴും ദൈവത്തെ അന്വേഷിച്ചു. സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ഈ ദിവസവും അത്ഭുതം ചെയ്യണമേ കർത്താവേ. ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. എല്ലാ തടസ്സങ്ങളെയും കർത്താവ് മാറ്റണം. എല്ലാ പോരുകളെയും മാറ്റണം കർത്താവെ. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണം. എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മധ്യേ ദൈവം അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.